Good morning. Good morning. Good morning, Bobby. Good morning. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അയ്യോ. അപ്പോൾ രാവിലെ കുറച്ച് ദോശ അങ്ങോട്ട് കഴിക്കാം. കുറച്ച് ദോശ ഉണ്ടാക്കി കഴിക്കാം. ഇന്നലെ ഞാൻ ദോശമാവ് ഉണ്ടാക്കിയായിരുന്നു, അരച്ചായിരുന്നേ. വൈകിട്ട് ഇന്നും കാണുമല്ലോ. അതുകൊണ്ട് നമുക്കിന്ന് ദോശ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് കുറച്ച് കലാപരിപാടികളുണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. അതും കൂടെ ഞാനിന്ന് കാണിക്കാൻ വിചാരിച്ചിരിക്കുക. കുഞ്ഞാവിക്ക് 6 മാസമായി. അവൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് ഒന്ന് ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണമല്ലോ. സോ അതിനു വേണ്ടി ഇന്ന് ഞാൻ ഓർത്തു, കുഞ്ഞിനെ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ. സോ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കാമെന്നൊക്കെ. ഓക്കെ, ആദ്യം അപ്പോൾ എന്നാൽ ദോശയിലേക്ക് കിടക്കാം. എനിക്ക് പൊതുവെ കുട്ടി ദോശയാണ് ഇഷ്ടം. ഇങ്ങനെ ഈ നാടൻ തട്ടുകടയിൽ കിട്ടുന്ന ദോശയില്ലേ, എനിക്ക് പൊതുവെ അതാണ് ഇഷ്ടം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ കുഞ്ഞു ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അന്നേരം ഞാൻ പറയുന്നത്, അമ്മ എനിക്ക് കുഞ്ഞു ദോശ വേണ്ട, എനിക്ക് ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ മറ്റേ മസാല ദോശ പോലത്തെ വലിയ ദോശ, അത്രയും നല്ല പേപ്പർ ദോശ പോലെ ഉണ്ടാക്കി അതാണ് എനിക്കിഷ്ടം എന്ന് അപ്പം പറയുന്നു. അന്നത്തെ അമ്മ ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ കൊച്ചു ദോശയ്ക്കാകത്ത ടേസ്റ്റ് എന്നൊക്കെ അന്ന് അമ്മ പറയായിരുന്നു. പാവം. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഈ കുട്ടി ദോശയാണ്. അപ്പോൾ അമ്മ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ദോശയാണല്ലോ പ്രിഫർ ചെയ്യുന്നത്. അമ്മയ്ക്കും അച്ഛനും അതാ ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരുടെ താല്പര്യമായിരിക്കുമല്ലോ അമ്മമാർ നോക്കുന്നത്. അതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഇരട്ടിപ്പണിയായി. എനിക്ക് എൻ്റെ ഏട്ടനും വലിയ ദോശയും അമ്മയ്ക്കും അച്ഛനും കൊച്ചു ദോശയും. പക്ഷേ ഇപ്പോൾ ആയിട്ട് എനിക്ക് കുട്ടി ദോശയാണ് ഇഷ്ടം. തട്ടുകട ദോശ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ കുഞ്ഞ് സൈസ് കുറവുള്ള ദോശയാണ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ബാക്കിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ പോയി കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഞാനിങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി, ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അതിൻ്റെ മേളിൽ ഇതുപോലെ നമ്മളുടെ ഒരു ബെഡിലെ കോട്ടാണ് ഇത് വിരിച്ചു. ഇനിയിപ്പോൾ ഞാൻ 2 ഡ്യുവ സെറ്റ് ചെയ്യാൻ പോവാം. കാരണം കുഞ്ഞിന് എങ്ങനെയാണെന്ന് തിരിഞ്ഞാലും നെറ്റ് ഒന്നും ഇടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഡ്യുവ ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ മേളിലോട്ട് അതിടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ പകുതി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ബേസ് സെറ്റാക്കിയിട്ടുണ്ട്. ലൈക്ക് കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയുള്ള ആ ബേസും കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി. ഇനി ബാക്കി അതിനകത്തോട്ട്, അതായത് 6 മാസത്തേക്കിന് വേണ്ടിയുള്ള തീമും കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് റെഡിയാക്കാനുണ്ട്. അത് പിന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ എടുത്തിട്ട് വരാം. പിന്നെ മോൻ്റെ ഡ്രസ്സ് എടുക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ഹാരുവിനെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന പോലെ കാണിച്ചെങ്കിലും പിന്നീട് ഞാൻ വീണ്ടും ചെക്ക് ചെയ്തപ്പോഴത്തേനും കുറച്ച് എന്താ പറയുന്നത്, കുറച്ചുകൂടെ വൃത്തിയാക്കണമെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ മാറ്റിയിട്ട് വീണ്ടും ആ ലാഡർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഞാൻ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് വീണ്ടും എടുത്തത്. എല്ലാം റെഡി ആയതിനു ശേഷം എടുത്ത പിക്ക് നമുക്കൊന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതായിരുന്നു ആ ഫൈനൽ പിക്ക്. ഹലോ, ഫോട്ടോ സെഷൻ പരിപാടീസ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ എല്ലാ മാസവും ഇങ്ങനെ ഇവനെ വെച്ച് എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യും, അങ്ങനെ ഫോട്ടോ എടുക്കും. അതാണ് ഞാൻ ഈ ഫോട്ടോഷൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞു. അതിനുശേഷം ഉച്ചക്കത്തേക്ക് അന്ന് ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു വെച്ചിരുന്നത്. കാരണം ഉച്ചയ്ക്ക് സച്ചു വരുമായിരുന്നു. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണല്ലോ. ശേഷം സച്ചു വന്നു. അതിന് ശേഷം നമ്മൾ എന്താ പറയുന്നത്, വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കിനും കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. നമുക്കെല്ലാവർക്കും നമ്മളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ സ്പേസ് ഇഷ്ടമായിരിക്കത്തില്ലേ? അതേപോലെ തന്നെയാണ് ഈ ഒരു സ്പേസിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. എനിക്കും സച്ചുവിന് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു സ്പേസ് ആയിരിക്കും. എനിക്കിതാണ് ഇഷ്ടം. സച്ചുവിനും എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണെന്നാണ്. എന്താണെന്നറിയത്തില്ല. ഞാനിത് ഓൾറെഡി ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാർഡനിലേക്കാണ് ഇതിൻ്റെ വ്യൂ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞാനും കുഞ്ഞും മാത്രം ഉള്ളപ്പോഴും നമ്മളിങ്ങനെ ആ ഒരു സ്പേസിൽ കുറേ നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.